മംദാനിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് 2 ഘട്ടങ്ങളിലായാണ് നടന്നത്. പുതുവർഷ രാവിൽ ടൈംസ് സ്ക്വയറിലെ ബോൾ ഡ്രോപ്പിന് തൊട്ടു പിന്നാലെ മാൻഹട്ടണിലെ ചരിത്രപ്രസിദ്ധമായ ഓൾഡ് സിറ്റി ഹാൾ സബ്വേ സ്റ്റേഷനിലായിരുന്നു സ്വകാര്യ സത്യപ്രതിജ്ഞ. 1904 നിർമ്മിച്ച് 1945 ഉപേക്ഷിക്കപ്പെട്ട ഈ സ്റ്റേഷൻ നഗരത്തിന്റെ പഴയകാല പ്രതാപത്തെയും അധ്വാനിക്കുന്ന വർഗത്തിന്റെ പോരാട്ടത്തെയും സൂചിപ്പിക്കുന്നതാണെന്നാണ് മംദാനി ചൂണ്ടിക്കാട്ടിയത്. ന്യൂയോർക്ക് സ്റ്റേറ്റ് അറ്റോർണി ജനറൽ ലെറ്റീഷ്യ ജെയിംസ് ആണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. 2 ഖുർആനുകളിൽ തൊട്ടായിരുന്നു മംദാനി സത്യപ്രതിജ്ഞ ചെയ്തത്. ഖുർആനുകളിൽ ഒന്ന് അദ്ദേഹത്തിന്റെ മുത്തച്ഛന്റേതും മറ്റൊന്ന് പ്രശസ്ത ചരിത്രകാരനായ ആർത്തൂറോ ഷോംബർഗിന്റേതുമായിരുന്നു. ന്യൂയോർക്ക് പബ്ലിക് ലൈബ്രറിയുടെ ഷോംബർഗ് സെന്റർ ഫോർ റിസർച്ച് ഇൻ ബ്ലാക്ക് കൾച്ചറിന്റെ ശേഖരത്തിൽ നിന്നുള്ളതാണ് ഈ ഖുർആൻ. ഷോംബർഗ് സെന്ററിലെ അമൂല്യമായ ശേഖരണ ഇനങ്ങളിൽ പ്രധാനപ്പെട്ടതാണിത്. കറുത്ത വർഗ്ഗക്കാരുടെ സാംസ്കാരികവും മതപരവുമായ വൈവിധ്യം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിനായിട്ടാണ് ആഫ്രോ ലാറ്റിനോ വംശജനായ ഷോംബർഗിന്റെ ശേഖരത്തിലെ ഖുർആനും ഉൾപ്പെടുത്തിയത്. 18-ാം നൂറ്റാണ്ടിന്റെ അന്ത്യപാദത്തിലോ 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിലോ അച്ചടിക്കപ്പെട്ട പോക്കറ്റ് വലിപ്പമുള്ളതാണ് ഇത്. കറുപ്പും ചുവപ്പും മഷിയിലാണ് എഴുതിയിരിക്കുന്നത്. ഒട്ടോമൻ സിറിയയിൽ നിർമ്മിച്ചതാണെന്ന് സൂചിപ്പിക്കുന്ന അടയാളങ്ങളും അതിലുണ്ട്. ന്യൂയോർക്ക് മേയർമാർ 2 വട്ടം സത്യപ്രതിജ്ഞ ചെയ്യുന്ന പതിവുണ്ട്. ജനുവരി 1 ഉച്ചയ്ക്ക് 1 മണിക്ക് സിറ്റി ഹാളിന് പുറത്ത് നടന്ന പൊതുചടങ്ങിൽ വെർമോണ്ട് സെനറ്റർ ബെർണി സാൻഡേഴ്സ് ആണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. കുടിയേറ്റക്കാരാൽ നിർമ്മിതമായ നഗരമാണ് ന്യൂയോർക്ക്. ഇനിയൊരു കുടിയേറ്റക്കാരൻ തന്നെ ന്യൂയോർക്ക് സിറ്റി നയിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മംദാനി ന്യൂയോർക്ക് സിറ്റിയുടെ അമരത്തേക്ക് എത്തുന്നത്. ന്യൂയോർക്ക് മാത്രമല്ല, ലോകമെങ്ങും അദ്ദേഹത്തിന്റെ ഭരണം ഉറ്റുനോക്കുകയാണ്. സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്ന്. വാടക വർധന മരവിപ്പിക്കൽ, സൗജന്യ നഗര ബസ് സർവീസ്, സൗജന്യ ശിശുപരിപാലനം തുടങ്ങി ജീവിത ചെലവുകൾ കുറയ്ക്കാനുള്ള മംദാനിയുടെ ജനപ്രിയ വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടുന്നത് കാണാൻ കാത്തിരിക്കുന്നുണ്ട് ജനങ്ങൾ.